ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ വരുന്നതല്ല, ഞാൻ കഴിഞ്ഞ സിനിമയ്ക്ക് വന്നില്ലല്ലോ. ഈ സിനിമയ്ക്ക് ശരൺ എന്ന് പറഞ്ഞ ആൾ എന്നോട് ചോദിച്ചോട്ടെ പ്ലീസ് 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 എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പരിധിക്കുള്ള അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതിനകത്ത് ആദ്യം പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമല്ല. എന്നാണെന്നറിയോ, ഞാൻ എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ ഓഫീസായിട്ട് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ നേരെ എയർപോർട്ട് തിരിച്ച് ലണ്ടൻ, ആരും ശ്രദ്ധിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. അത് ഞാനൊരു അന്തർമുഖനായതുകൊണ്ടൊന്നുമല്ല. എൻ്റെ രീതികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരും. എൻ്റെ ചെയ്തികൾ അവരെ വേദനിപ്പിച്ചാൽ, മനസ്സിലായി, അവർക്ക് അപക്വതമായി തോന്നിയാൽ മനസ്സിലായി. ഇപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് കുറച്ച് ശാന്തമായി സംസാരിക്കാൻ എനിക്കറിയില്ല, മനസ്സിലായി, എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ പറയുന്നത് അത് ഭയങ്കര ഒച്ചയാണ് എൻ്റെ പറ വന്ന് അത് ചിലവർക്കത് ഇഷ്ടപ്പെടത്തില്ല, മനസ്സിലായി. ഇഫ് സംബഡി നോസ് ജോബി ജോർജ് അയാൾ അങ്ങനെയാണ്, അല്ല കഥയിൽ ഓക്കെ. ഈ ശരിക്കും ഈ ശരണിനെ പോലെയുള്ള ഡയറക്ടേഴ്സൊക്കെ വന്ന് കഥ പറയുമ്പോൾ അവരിലുണ്ടാവുന്ന, അവർ കാണുന്ന ഒരു സ്പാർക്ക് എന്താ ശരിക്കും അവർക്ക് കൈ കൊടുക്കാൻ? മോനെ, അത് ഈ സാഹചര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ചെയ്യത്തില്ല, ബാക്കി എല്ലാ കാര്യവും ചെയ്യുന്ന ഒരാളാണ്. ഒന്നും ഞാൻ ദൈവത്തോട് മത്സരിക്കാറില്ല, മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2, ഞാൻ പ്രകൃതിയോട് മത്സരിക്കാറില്ല. മഴ പെയ്യുമ്പോൾ കുടയെടുക്കുക, ചൂടിൽ ഉള്ളപ്പം AC ഡ്രൈവറോട് ഇപ്പോൾ ഗ്രൂപ്പുണ്ട്, എടാ ഞാൻ വരുക AC ഇട്ട് വെക്കടാ എന്ന് പറയുന്ന ഒരാളാണ്. 3, ഞാൻ എൻ്റെ വിധിയോട് മത്സരിക്കാറില്ല. എൻ്റെ കുറവുകളും പോരായ്മകളും നല്ലതും ചീത്തയും എല്ലാം എൻ്റെ വിധിയാണ്. അത് അതിനെയാണ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞത്. വി കാൺ ഫൈറ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പോലെ ശരണോട് കൈ കൊടുക്കുന്നതും ദിൻജിത്തിനോട് കൈ കൊടുക്കുന്നതും അജയ് വാസ്തവനോട് കൈ കൊടുക്കുന്നതും ഒക്കെ എൻ്റെ വിധിയാണ്. അല്ലാതെ എന്നിൽ ഒരു പ്രത്യേകതയുള്ള നിൻ്റെ അത്രയും പോലും കഴിവില്ല. നിനക്ക് ജോലൈൻ ഉണ്ട്, എനിക്ക് ജോലൈൻ പോലും ഇല്ല. നീ സുന്ദരനാണ്, ഞാൻ സുന്ദരനല്ല. ശരിക്കും അത് ഇതേ കാരണം കൊണ്ടൊക്കെയാണ് ഷൂട്ടിന് പോലും പോവാതെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ അവരെ ഞാൻ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? കാരണം നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞ് എനിക്ക് തരണം. ഞാൻ ചോദിച്ച് മേടിക്കുമ്പോൾ അതിനൊരു എനിക്ക് വേദനയാണ്, അല്ലേ? ഞാൻ ആദരാതിരിച്ചത്തിനോട് പറയാം, സിസ്റ്ററെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യണം എന്ന് പറയുമ്പം അവരത് അറിഞ്ഞ് ചെയ്യണം, ഇല്ലേ? അല്ല ഞാൻ ചോദിച്ചവരോട് പിടിച്ചു മുറിച്ച് മേടിക്കുന്നതിനകത്ത് ഒരു സ്നേഹത്തിന് മാധുര്യമില്ല. ജോജന്റെ പേടിയുള്ള കുറച്ച് പേരുണ്ടാവും ഈ സെറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്. അത് 100% ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവർക്കും എന്നെ പേടിക്കുക. അതങ്ങനെ പേടിക്കണമല്ലോ. കാരണം നീ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ പേറോൾ നീ ശ്രദ്ധിക്കുക. 75 ലക്ഷം രൂപ ഒരു മാസമുണ്ടെങ്കിലേ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് ചലിക്കുകയുള്ളൂ. അപ്പോൾ 75 lakhs rupees ഇസ് ടു മച്ച്, അല്ലേ? എങ്ങനെയാണത് ഉണ്ടാകുന്നത്? എനിക്ക് വീണ്ടും എൻ്റെ കയ്യിൽ മറ്റേ സാധനം ഇല്ലല്ലോ, മാന്ത്രികത ഉണ്ട്, ഓം ക്രീം കുട്ടിച്ചാത്ത. നീ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനിയല്ലേ മോനെ? ഫിലിമി ബീറ്റ്സിൽ എത്ര സ്റ്റാഫുണ്ട്? മറ്റ് ലാംഗ്വേജസിൽ എല്ലാത്തിലും എല്ലാം നീ ചുമ്മാ കൂട്ടി പറഞ്ഞു. ഞാൻ ചോദിക്കാൻ പോകുന്ന അതൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്, നീ കൂട്ടി പറഞ്ഞു. 300-400 സ്റ്റാഫ് ഉണ്ടാവും. 400 സ്റ്റാഫുണ്ട്. നിങ്ങൾക്ക് 400 പേർക്കും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണോ? അല്ല. എന്നാൽ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൽ എല്ലാവർക്കും ഫ്രീ ഫുഡ് അക്കോമഡേഷനാണ് 4 നേരവും. ഞാൻ പറയും, എനിക്ക് പറയാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. വി ഹാവ് എ 4 ഷെഫ്. വലിപ്പം പറയുന്നതല്ല. അവർ കുക്ക് ചെയ്യുന്ന ഫുഡാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കഴിക്കുന്നത്. ആ കുക്ക് ചെയ്യുന്ന ആളാണ് ഈ പുറത്ത് നിൽക്കുന്ന അർജുനനും കഴിക്കുന്നത്. ആ കുക്ക് ചെയ്യുന്ന സെയിം ഫുഡ് തന്നെയാണ് ആതിര ദിൻജിത്തോ അല്ലെങ്കിൽ അവൻ്റെ പേരെന്നാ മോനെ ജിഷ്ണു വന്നാൽ അവർ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഏറൊക്കെ ചിലപ്പോൾ കൊള്ളണം, ചില ശത്രുക്കൾ വരും, ചിലപ്പോൾ വേറൊരു ആൾക്ക് വരുമ്പോൾ ഇവനിതൊക്കെ ഉണ്ടോ, അപ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാവും. നീ എന്തിനാണ് കൊടുക്കണേ? നീ ആളാകാനാണോ? ആളാകാനല്ല. വി ഹാവ് എ ഫൗണ്ടേഷൻ, ഗുഡ്വിൽ ഫൗണ്ടേഷൻ. ഡിഡ് യു നോ ദാറ്റ്? കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി അങ്ങ് വരരുത്, നമുക്ക് ഇപ്പോൾ ഇനി കാജില്ല. കഴിഞ്ഞ വർഷം 48 ലക്ഷം രൂപ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുത്തിട്ടുണ്ട്. 48 lakhs. ഇത് ഇങ്ങനെ സിനിമയൊക്കെ വിജയിച്ചാലേ ഞാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഇത്രയും ഈ നല്ല പോയിന്റുകളൊക്കെ ഉള്ള എനിക്ക് നല്ല പോയിന്റ് ഉണ്ട്. എനിക്ക് 2, 3, 4, 5 കേസുണ്ട്. അല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ശത്രുക്കളുടെ എണ്ണത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഒരിക്കലും ഇമ്പാക്റ്റ് കുറയുകയാണ്. കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം ഉണർന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഭയങ്കര വലിയ സംഭവമായിട്ട്. എന്നെ വേദനിപ്പിച്ചവനെല്ലാം 2 കൊല്ലത്തിനകം തകർന്നു പോയതാണ് ഞാൻ കാണുന്നത്.
എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നെ കാര്യമില്ലാതെ വേദനിപ്പിച്ച് ഒരു ആരും രക്ഷപ്പെട്ട് കാണുന്നില്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. സം റീസൺ ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യം പോലുമില്ല. നോ ഫിസിക് ഈവൻ ഈതർ.